നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാമിനെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ടെലിഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ മാസം 22 വരെയാണ് നിയന്ത്രണം. പുനഃപരീക്ഷയ്ക്ക് എതിരായ പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നടപടി. ടെലിഗ്രാമിലെ ചില ആക്സസുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കി. എഡിറ്റ് ഫീച്ചറിലെ നിയന്ത്രണം സന്ദേശങ്ങൾ അയക്കുന്നതിനെ ബാധിക്കില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നീക്കം. വ്യാജ പ്രചരണവും തട്ടിപ്പും നടത്തിയ 50ഓളം ടെലിഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരുന്നു. തട്ടിപ്പ് സംബന്ധിച്ച വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയന്ത്രണങ്ങൾ ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അപേക്ഷകൾ നൽകിയിരുന്നു. പരീക്ഷ വീണ്ടും നടത്താനുള്ള NTA നടപടി ചോദ്യം ചെയ്തുള്ള പൊതുതാൽപര്യ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വീണ്ടും നടത്തുന്നത് ഏകപക്ഷീയവും അന്യായവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. പുനഃപരീക്ഷ 1 മാസത്തേക്ക് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് 1467 വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കും നിവേദനം നൽകി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.